ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസ് നിങ്ങളെല്ലാം തമ്മിൽ കണ്ടിട്ടായിരിക്കും, ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഈ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെയധികം സന്തോഷമായിരിക്കും. അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. കാരണം വെച്ചാൽ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു ബയസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ എന്താണ് ശരി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പഴയ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടും, വേറൊരു കോണുകളായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ള വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നന്ദഗോവിന്ദൻ ഭജൻസ് നമ്മുടെ കേരളത്തിലുള്ള ഒരു അമ്പലത്തിൽ ഒരു പാട്ട് പാടുന്നു. ആ പാട്ട് അല്ലെങ്കിൽ അത് ഭജന പാടുന്നു. ഭജനക്കിടയിൽ അവർ ക്രിസ്തീയ ഭക്തിഗാനം പാടുന്നു. അതാണ് ഇത്രയോകം ആൾക്കാർ ഒരുപാട് വിമർശിക്കാനും ഒരുപാട് പേര് അനുകൂലിക്കാനും അങ്ങനെ കേരളത്തിൽ തന്നെ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു കഷ്ണം മുറിച്ച പോലെ ആയിപ്പോയി. കുറെ ആൾക്കാർ ഒരു തട്ടിൽ, കുറെ ആൾക്കാർ അതിൻ്റെ അകത്തുനിന്ന് എന്താ പറയുക, അതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഊറ്റിക്കുടിക്കുക, ചോര ഊറ്റിക്കുടിക്കുക എന്ന് പറയുന്ന പോലെയൊക്കെ അതിനകത്ത് കുറെ ആൾക്കാർ ഇടുന്നു. അങ്ങനെ പല രീതികൾ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പൊ April 14, 2026 അമ്പലത്തിന്റെ പേര് ശ്രീ മഹാവിഷ്ണു ടെമ്പിൾ ഫെസ്റ്റിവൽ ഇൻ വെമ്പിൻകുളങ്ങര എനിക്കറിയില്ല, കോട്ടയത്താണ് ഈ ഒരു പ്രശ്നത്തിനാസ്പദമായ ഭജന നടക്കുന്നത്. അപ്പോൾ അവര് നന്ദഗോവിന്ദം ഭജൻസ് പാടിയ പാട്ട് ഈ പരദേവന ഹോ, അതായത് ക്രിസ്ത്യൻ ഭക്തിഗാനം, യേശുദാസ് പാടിയ ഭക്തിഗാനമാണ് ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് നയിച്ച ആ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നവീൻ മോഹൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക, അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പള്ളി, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, അമ്പലത്തിൽ ചുറ്റടുത്തുള്ള ഒരു പള്ളി, ആ പള്ളിയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പള്ളി ഉള്ളത് കൊണ്ട് അതിനൊന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാട്ട് പാടിയെന്നുള്ളത്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനകത്ത് പല ആൾക്കാരും പല രീതിയിലാണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ആണ് ആക്ച്വലി ഒരുപാട് ഭജന ഗ്രൂപ്പുകൾ വീണ്ടും വന്നെങ്കിൽ ഭജനകൾ നമ്മൾ എപ്പോഴാണ് ഭജനകൾ കണ്ടിട്ടുള്ളത്? ഭജനകൾ മാക്സിമം നമ്മൾ കണ്ടിട്ടുള്ളത് വളരെയധികം പോപ്പുലർ ആയിട്ട് പലരും നമ്മുടെ നാട്ടിലുള്ള യുവാക്കളും എല്ലാവരും പങ്കെടുക്കുന്ന ഭജനകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ അയ്യപ്പന് മാല ഇട്ടതിന് ശേഷം അങ്ങനെയുള്ള ഭജനകളിലായിരിക്കും മാക്സിമം ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ടാകുക. എന്നാൽ അതിലും കൂടുതലായിട്ട് ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ ഞാൻ ഹിന്ദു കേട്ടോ, അത് ഞാൻ ആദ്യം പറയട്ടെ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് നല്ല ഭക്തിഗാനങ്ങളുണ്ട്. പലരും പല സമയങ്ങളിലെ പല കാലഘട്ടങ്ങളിലെ പാടിയ പാട്ടുകളുണ്ട്. അതൊക്കെ വളരെ മികച്ച, കേൾക്കാൻ വളരെയധികം ഇമ്പമുള്ള, കാതിന് കുളിർമയേകുന്ന ഗാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഗതിയിൽ ഭജന പാടുമ്പോൾ ഇവർ ഇങ്ങനെയുള്ള എല്ലാ പാട്ടുകളും, അതായത് ആ ഒരു ദൈവീകത അല്ലെങ്കിൽ ഡിവോഷണൽ ആയിട്ട് ആ ഒരു ഫീല് കൊണ്ടുവരുന്ന പാട്ടുകൾ എപ്പോഴും ഉൾക്കൊള്ളിക്കാൻ ഈ ഒരു നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന ആൾക്കാർ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. അവരുടെ പലതരത്തിലുള്ള കൺസേർട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഭജന പ്രോഗ്രാം നടക്കുമ്പോൾ അവർ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല മതവിഭാഗങ്ങളുടെ മുമ്പിൽ ഒക്കെ ഈ ഒരു ഭജന പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല ഓൺലി ഹിന്ദുക്കൾ മാത്രമാണ് അത് അറ്റൻഡ് ചെയ്തത് എന്നുള്ളതും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇതിന് മുന്നേ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് അവരെ കൂടുതലായിട്ട് ഒരു വിവാദത്തിലേക്ക് തള്ളിവിട്ട ഒരു സംഗതി. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്, അപ്പൊ നമുക്കറിയാം ഈ ഒരു അമ്പല കമ്മിറ്റി അവര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഇത് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ അതുപോലെ തന്നെ പള്ളിയിലും ആൾക്കാർ, ഇപ്പൊ ഹിന്ദുക്കൾ അങ്ങോട്ട് അതുപോലെ ക്രിസ്ത്യൻസ് ഇവിടെയും ഒക്കെ നേർച്ചകൾ അതുപോലുള്ള അങ്ങനെ പങ്കെടുക്കാറൊക്കെ ഉണ്ട്. അമ്പല പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി ഒരു പക്ഷെ അവിടെയുള്ള ക്രിസ്ത്യൻസിന് ചില വിശ്വാസ രൂപേണ എന്തുണ്ടാവും, അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടാവും. അതുപോലെ തന്നെ ഹിന്ദുക്കൾ അവിടുത്തെ പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിക്കാറുണ്ടാവും. പോരാത്തതിന് ഈ ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത്, ഈ അമ്പലത്തിലെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ പരിപാടിയോടനുബന്ധിച്ചിട്ട് ഈ ഒരു നടക്കുമ്പോൾ അതിന് പാർക്കിംഗ് സ്പേസും അതുപോലുള്ള പല രീതിയിലുള്ള സഹായങ്ങൾ ആ ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അമ്പലത്തിന്റെ കൺസ്ട്രക്ഷനിൽ വരെ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, ഒരു മതസൗഹാർദ്ദത്തിന്റെ രീതിയിൽ അമ്പലം മതസൗഹാർദ്ദത്തിന് അതീതമാണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ മതസൗഹാർദ്ദം വേണ്ട, മതസൗഹാർദ്ദം കാണിക്കണ്ട എന്നൊക്കെ പറയുന്ന അതൊരു ബാലിശമായ ചിന്താഗതിയാണ്. വർഗീയവാദം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ തികഞ്ഞ എന്താ പറയുക,
സ്വന്തം മതത്തിനോടുള്ള ഇഷ്ടം കൂടിപ്പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരുപാട് ഭജന പാടിയിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനല്ലേ പാടിയിട്ടുള്ളൂ. പതാര പാടിയത് യേശുദാസ് പാടിയ ക്രിസ്തീയ ഭക്തിഗാനാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കേരളത്തിലുടനീളമുള്ള അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയത്ത് നമ്മൾ കേൾക്കുന്ന ഗാനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. എന്താ പറയുക, ദൈവഭക്തി ഗാനങ്ങൾ. ഈ ഭക്തിഗാനങ്ങൾ ഒരുപാട് ഞാൻ കേട്ടത് വെച്ച് കഴിഞ്ഞാൽ യേശുദാസിന്റെ ഒക്കെ പാട്ടുകളാണ് കൂടുതലായിട്ടും കേൾക്കാറുള്ളത്. യേശുദാസ് ക്രിസ്ത്യൻ അല്ലേ? യേശുദാസ് ക്രിസ്തീയ വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അപ്പോൾ അയാൾ പാടിയ ഒരു ക്രിസ്ത്യൻ പാടിയ ഒരു പാട്ട് എങ്ങനെ അമ്പലത്തിൽ നിങ്ങൾ പ്ലേ ചെയ്യാം? അത് നമുക്ക് ഹിന്ദുത്വ വിശ്വാസങ്ങൾക്കെതിരല്ലേ? അത് ഒരു ക്രിസ്ത്യൻ പാടിയ ഒരു പാട്ട് അമ്പലങ്ങളിൽ വെക്കാന്ന് വെച്ചാൽ സെക്യുലർസ് അല്ലേ നമ്മൾ അതിലൂടെയും കാണിക്കുന്നത്. അങ്ങനെ ഒരു ഗായകൻ ഇങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാം നമുക്ക്, ഇല്ലേ? കാരണം ഞാൻ പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളികളുടെ മുന്നിലൊക്കെ പോയി ചുമ്മാ ഒന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് എന്താണെന്നുള്ള അറിയില്ല, ഒരു കാലഘട്ടത്തിന്റെ മാറ്റങ്ങളുണ്ടോന്നറിയില്ല. വളരെയധികം അമ്പല പരിപാടികളിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ എല്ലാവരും ഒന്നുമല്ല, വളരെ ചുരുക്കം ചിലരൊക്കെ ക്രിസ്ത്യൻ പള്ളികളിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ഹിന്ദു ടെമ്പിളുകളിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കയറാൻ പറ്റില്ലെങ്കിലും കയറിയിട്ടില്ലെങ്കിലും പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു പോകുന്നു ഞാൻ എൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലത്തിൽ ഒരിക്കലും മതസൗഹാർദ്ദം വിളിച്ചോന്ന്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് മതസൗഹാർദ്ദത്തിനെ പറ്റി ക്ലാസ് എടുക്കേണ്ട, അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിനെ പറ്റി ഒരു ബോധവൽക്കരണ ക്ലാസ് ഒന്നും അമ്പലത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. അമ്പലം എന്ന് പറയുന്ന ഒരു പ്രത്യേക, അതായത് ഹിന്ദു മത വിഭാഗങ്ങളുടെ ആരാധനാമൂർത്തിയുള്ള അതിനെതിരെ ഈ വിഗ്രഹാരാധനയ്ക്കെതിരെയൊക്കെ പല മതങ്ങൾ, ഇപ്പൊ ക്രിസ്ത്യൻ ഫാദേഴ്സ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് മനുഷ്യന്റെ രീതിയിലേക്ക് വരാം. അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസ് ചെയ്തതിനെ എതിർക്കുന്ന ആൾക്കാർ ഇന്ന് മുതൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അമ്പലങ്ങളിൽ വെക്കുന്നതും കൂടി വിലക്കേണ്ടി വരും. പ്രത്യേകിച്ച് യേശുദാസ് പാടിയത്, പേരിൽ തന്നെ യേശുദാസ് എന്നുള്ള, ഓക്കെ, അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ നിന്നും വരുന്ന സ്വരമാണല്ലോ ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് ഇതിനകത്തേക്ക് കൂടുതൽ സംഗീതത്തിലേക്ക് കൂടുതൽ ഇടകലർത്താതിരിക്കുക. അപ്പോൾ ഇത്രയധികം ആൾക്കാർ, അപ്പോൾ അവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്പല കമ്മിറ്റിയും പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാർ, ഹിന്ദുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കോഓപ്പറേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിനാൽ നമുക്കെന്ത് പറയാം, ആ ഒരു അമ്പലത്തിന്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനത്തെ ഒരു പാട്ട് പാടി, ഒറ്റ പാട്ടല്ലേ പാടിയിട്ടുള്ളൂ, ആ ഒരൊറ്റ പാട്ട് അവരത് റെഡി ആയിട്ട് വന്നാണ്, എന്ത് വിധേനയും പാടുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അവർ വന്നത് എന്നൊക്കെയാണ് ക്രിട്ടിക്സ് പറയുന്നത്. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, ഒരൊറ്റ പാട്ടല്ലേ അവർ പാടിയിട്ടുള്ളൂ. ആ ഒരൊറ്റ പാട്ട് കൊണ്ട് അത്രയ്ക്കും വികാരം വ്രണപ്പെട്ടു പോകും? ഇല്ല. ഒരു ഇത്രയും എത്ര പാട്ടുകൾ അവരവിടെ പാടിയിട്ടുണ്ട്, അതിനകത്തൊരൊറ്റ പാട്ട്, അതൊക്കെ, അതൊരു ആ അമ്പലത്തിന്റെ സഹായങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെയുള്ള ആൾക്കാർ അത് സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കൺസേർട്ട് അറ്റൻഡ് ചെയ്ത ആൾക്കാർ അത് സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര നല്ലൊരു കാര്യം അത്. അതേപോലെ ഈ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതായത് ഭക്തിയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ വലുത് തന്നെയാണ്. അതിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കി എന്നുള്ളത്, അതിൽ കൂടെ അവരിപ്പോഴും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതൊക്കെ, അത് സ്വാഭാവികമല്ല. അവരവരുടെ സമയം ചെലവഴിക്കുന്നു, പാട്ടുകൾ പാടുന്നു, അവരുടെ കഴിവ് പ്രവർത്തിക്കുന്നു, അതിനവർക്ക് അവരതിന് പേയ്മെന്റ് വാങ്ങുന്നു. അത് ചെറുതായിരിക്കാം, വലുതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ആയിരിക്കും, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിവേസ്, ഈ നന്ദഗോവിന്ദം ഭജൻസിന് നമ്മുടെ സമൂഹത്തിൽ, ഹിന്ദു സമൂഹങ്ങൾക്കിടയിൽ തന്നെ കുറച്ച് കാലം മുന്നേ വരെയൊക്കെ ഇവർ ഈ ഭജൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഭജൻസിനെ പറ്റി ഭജന അത്രയും ഫേമസ് ആയതിന് ഇവരിൽ കൂടിയാന്ന് വേണേൽ പറയാം. ഒരുപാട് ഭജന ഗ്രൂപ്പുകൾ ഉണ്ടാക്കപ്പെട്ടു, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവർ ഭക്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭക്തി, അതായത് കുറച്ചു നേരം ഇങ്ങനെ പാട്ട് കേട്ട് നിരിക്കാനൊക്കെ നിങ്ങൾ അവരുടെ കൺസേർട്ടുകളൊക്കെ പലതും കണ്ട്, പലരും എന്താ പറയാ, വളരെയധികം ആസ്വദിച്ചു, എന്താ പറയാ, ഒരു ഡിവൈൻ ഫീലൊക്കെ കിട്ടിക്കൊണ്ട് ആണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ അമ്പലങ്ങളിൽ ഇങ്ങനെയുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇവർ വന്ന് പാടുമ്പോൾ വളരെ മികച്ചൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും എന്നുള്ളത് പറയാതെ വയ്യ. യൂത്തിന്റെ ഇടയിലേക്ക് ഈ ഭക്തി എന്ന് പറയുന്ന ഒരു സംഭവത്തിന്, അല്ലെങ്കിൽ ദൈവഭയം, അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള ഇഷ്ടം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇവർ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ഇത് സാധിച്ചിട്ടില്ല. ഓക്കെ, പറയുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലുള്ള വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കാനേ സാധിച്ചിട്ടുള്ളൂ. അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവരെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരാവശ്യം ഇന്നത്തെ കാര്യത്തിലില്ല. കാരണം അമ്പലങ്ങളിൽ എന്ന് വിചാരിച്ച് അമ്പലത്തിൽ വന്നിട്ട് ഫുൾ ടൈം അങ്ങനെ ക്രിസ്തീയ ഗാനം പാടുക, അല്ലെങ്കിൽ വേറെ മതവിഭാഗങ്ങളുടെ ഗാനം പാടുക, അതിനൊന്നും ആവശ്യമൊന്നുമില്ല.
അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഒരു 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 ഇതില്ല, അവർ ചെയ്തത് പെർഫെക്റ്റ് ആണ്. അതിൽ എന്താ പറയുക, അത് കൂടാനോ അല്ലെങ്കിൽ കുറയാനോ പാടില്ല. അത് വളരെ പെർഫെക്റ്റ് ആണ്. ആ പള്ളിക്ക് വേണ്ടി, അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്പലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അമ്പലത്തിൽ നിന്ന് അങ്ങോട്ടും, അതായത് ഹിന്ദു വിശ്വാസികൾ അങ്ങോട്ടും ക്രിസ്ത്യ വിശ്വാസികൾ ഇങ്ങോട്ടും, ഈ രീതിയിലൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഗാനം അവിടെ പാടിയതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്താണ് ഹിന്ദു മതത്തിന് വേണ്ടിയിട്ടാണ് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ശരിയാണ്, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് കുറെ ആൾക്കാർ അവർ ഈ നന്ദഗോവിന്ദം ഭജൻസിനെ ഇപ്പം അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഇതിന് മുന്നേ അവരുടെ ചില കമന്റുകൾ, അഭിപ്രായങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില വൈരുദ്ധ്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ അത് നോക്കാതെ അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ ഇതുവരെ ഈ സംഭവം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനെതിരെ നന്ദഗോവിന്ദം ഭജൻസിനെ ചാടി വീണ് ആക്രമിക്കുന്ന മുൻനിരയിലുള്ള കുറെ ഹിന്ദു നാമധാരികൾ, അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ചെയ്ത്, കാരണം വെച്ചാൽ ഹിന്ദു മതം എന്ന് പറയുന്നത് തന്നെ സെക്യുലറിസത്തിനെ അതിനൊക്കെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്നത്, നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ലോകത്തുള്ള തന്നെ എല്ലാവരും ഒരു കുടുംബമാണ്, അതിനകത്തുള്ള ആൾക്കാരെല്ലാവരും ഒരു മതത്തിലുള്ള അല്ലെങ്കിൽ ഒരു ജാതി, അങ്ങനെയുള്ള കണ്ടീഷനാണ്. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് കേരളം എന്നുള്ളത് നമ്മൾ മറക്കാതെ വയ്യ. അപ്പൊ അങ്ങനെയൊക്കെ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു ഹിന്ദു ആ ഒരു സംസ്കാരത്തിൽ ഉൾപ്പെടുന്ന കുറെ ആൾക്കാർ ഇതിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതേസമയം അമ്പലത്തിൽ വന്നുകൊണ്ട് വേറെ എന്തെങ്കിലും ക്രിസ്ത്യൻ റിച്വൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് നമുക്ക് പിന്നെയും ഒന്നുകൂടി ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാമായിരുന്നു, ഇല്ലേ? പക്ഷെ ഇതെന്താ സംഭവം, നമ്മൾ ഗാനങ്ങളല്ലേ പാടുന്നത്, ഗാനങ്ങളിലൂടെ എന്താ പറയാ, ആ ഒരു മതസൗഹാർദ്ദം എന്ന് പറയുന്നതിലുപരി നമ്മൾ സ്തുതിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. ഇപ്പൊ അവര് ക്രിസ്തീയ ഭക്തിഗാനം പാടുന്നതിൽ സ്തുതിച്ചത് ഭഗവാനെയാണ്. ആ ഒരു ചിന്ത, നമ്മൾ ആ ഒരു ചിന്തയിൽ പോയി കഴിഞ്ഞാൽ, ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അടുത്തേക്കല്ലേ ചെല്ലുള്ളൂ. അത് ക്രിസ്ത്യൻസിന്റെ ഭഗവാന്റെ അടുത്തേക്കോ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന എന്തും, നിങ്ങൾ മനസ്സുകൊണ്ട് അർപ്പിക്കുന്നത് അത് എന്തും ആയിക്കോട്ടെ, അത് ഞാൻ സ്വീകരിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഒരു ക്രിസ്തീയ ഗാനത്തിൽ കൂടെ തന്നെ മനസ്സുകൊണ്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്, ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ ആരെയാണ് വിശ്വസിക്കുന്നത്, അവര് ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് ചെല്ലുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ സത്യവും. അപ്പൊ ഇതൊന്നും അനാവശ്യമായിട്ട്, ഇതൊരു കുറെ പേര് ലൈം ലൈറ്റിൽ എത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാവാം, കുറെ പേര് അജ്ഞത കൊണ്ട് ഉന്നയിക്കുന്നതാവാം. അതിന്റെ നേതാക്കന്മാരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പലരും ക്ലിയർ ആയിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്, പക്ഷേ ക്ലിയർ ആയിട്ട് പറയാത്ത ആൾക്കാരുണ്ട്. പലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ ചിലരുടെ അഭിപ്രായം ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ചില ഉണ്ട്. അതായത് ഈ ഒരു സംഭവം, അതായത് അമ്പലത്തിൽ എന്തും നടത്തണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു രീതി, ഈ ഒരു സംഗതി, ഈ ഒരു സംഭവം, നന്ദഗോവിന്ദൻ ഭജൻസിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഒരു വിമർശനം അല്ലെങ്കിൽ വിവാദം ആ ഒരു രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വളരെ എന്താ പറയുക, മോശപ്പെട്ടൊരു സംഘം. അത് കണ്ടിട്ട് കുറെ ആൾക്കാർ സംഭവം ആ ഒരു വിമർശനത്തിന് ഞാൻ അംഗീകരിക്കുന്നു. കാരണം അത് ശരിയല്ല. കാരണം അമ്പലത്തിൽ ഇങ്ങനെ ഒരു പാട്ട്, അമ്പലത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഓരോരോ സാധനങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ, അതായത് ക്രിസ്ത്യൻ പള്ളിയിലും മറ്റുള്ള മതവിഭാഗങ്ങളുടെ അതും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഇതേ അനുകൂലിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസ് അവിടെ പാട്ട് പാടിയാൽ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നേരെ തിരിച്ച്, എന്നാൽ പിന്നെ ഞങ്ങൾ ഇതവിടെ കൊണ്ടുവന്ന് ഇതാക്കട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് പറ്റൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇതിൻ്റെ ആ തരവട്ട് വലിയ ഡയലോഗ് അടിക്കുമ്പോൾ അത് കാണുമ്പോൾ സങ്കടം വരുന്ന ആൾക്കാരിൽ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിലുള്ള ചില ബുദ്ധിമാന്മാരായ, വളരെയധികം ബുദ്ധി വഴിഞ്ഞൊഴുകുന്ന കുറെ ആൾക്കാരൊക്കെ നന്ദഗോവിന്ദം ഭജൻസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതങ്ങനെയാണ്, ഇത് RSS അജണ്ടയാണ്, മറ്റതാണ് മറച്ചതാണ്, ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിൽ ഇപ്പൊ തന്നെ ദിക്കോലത്തിലായി കഴിഞ്ഞ്, അങ്ങനെയായി കഴിഞ്ഞ്, ഇങ്ങനെയൊക്കെ, അത് പ്യുവർ നിങ്ങളുടെ മനസ്സിൽ വിഷം നിറയ്ക്കുന്നതാണ്. മറ്റതും അതെ തെറ്റാണ്, വർഗീയമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് അതിലും വലിയ വർഗീയതയാണ്. കാരണം ഇത് മതങ്ങളെ തമ്മിലടിച്ചുകൊണ്ടുള്ള ഒരു കണ്ടീഷനാണ്. ചില പ്രമുഖ വ്യക്തികളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അതും വളരെയധികം എതിർക്കപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ്. ആസ് എ ഹിന്ദു, ഞാൻ നന്ദഗോവിന്ദം ഭജൻസ് ചെയ്ത ആ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പോകുന്നില്ലെങ്കിലും ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അത് അവർ ചെയ്തതിനും, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം അരങ്ങേറിയതിനും അത് കൃത്യമായ കാരണങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പല കമ്മിറ്റിയും നന്ദഗോവിന്ദം ഭജൻസും എല്ലാവരും, ഒരുപക്ഷെ ആ നാട്ടിൽ പോയി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ
നാട്ടുകാർ ചിലപ്പോൾ പറയും. ഓക്കെ, എന്താണ് അതിന്റെ കാരണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും അറിയാത്ത കുറെ ആൾക്കാർ അമ്പലത്തിൽ എങ്ങനെയാണ് ക്രിസ്തീയ ഭക്തിഗാനം കാണുക എന്ന് കുറെ പേർ, അതേസമയം ഇതിനെ അനുകൂലിക്കുന്ന കുറെ ആൾക്കാരെ എന്ത് ചെയ്യുന്നു, എന്താ അമ്പലത്തിൽ എന്ത് തോന്നിയ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വേറെ കുറെ പേർ. അങ്ങനെ കുറെ പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റി അല്ലെങ്കിൽ തിരിച്ചുകൊണ്ട് വക്രീകരിക്കപ്പെടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസത്തിനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ എന്താണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, എന്താണ് മതേതരത്വം, എന്താണ് ശരിയായ മതേതരത്വത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണ് മതേതരത്വം? വൺ സൈഡഡ് മതേതരത്വം എല്ലാം പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള മതേതരത്വം. ആ രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ അതേ രീതിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തള്ളിക്കളയുക. അവസാനമായി ഈ നന്ദഗോവിന്ദം ഭജൻസിനെ ഇപ്പം ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരുപാട് ആൾക്കാരെക്കാൾ വളരെ വലിയ കാര്യങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ എന്നതിൽ ഒരു സംശയമില്ല. കാരണം ഒരു ഭക്തിയിൽ നിന്നും അകന്നു നിന്നൊരു യുവതലമുറയെ ഭക്തിയിലേക്ക് പിടിച്ചിടാൻ സാധിച്ചതിനെ വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. സോ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഈ ഒരു വിവാദത്തിൽ എനിക്ക് പറയാനുള്ളത്, വാട്ട് ദേ ഹാവ് ഡൺ ദെയർ, ഇറ്റ് ഈസ് എ മ്യൂസിക്. അതിലൊരു തെറ്റുമില്ല. അതിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിൽ വിമർശിക്കാനോ അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അഖിൽ ജയരാജ് എന്ന ഞാൻ ഇല്ല. ഗുഡ് ബൈ.